പ്രിയപ്പെട്ട കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർകൾ, പ്രിയപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകൾ, പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ, മൂന്ന് പേർക്കും എന്നെ വ്യക്തിപരമായി അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഈ സംഭാഷണത്തിന് ഒരു സൗഹൃദ സ്വഭാവമുണ്ട്. വിഷയം മറ്റൊന്നുമല്ല, കുട്ടനാടിലെ കർഷകരുടെ പ്രശ്നങ്ങളാണ്. ഇന്നൊരു പത്രവാർത്ത കണ്ടിട്ടുണ്ട്. കുട്ടനാട്ടിൽ രണ്ടാം കൃഷി ആരംഭിച്ചിട്ടും ഒന്നാം കൃഷിയുടെ പണം അവർക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പുഞ്ച വിളവെടുപ്പിൻ്റെ വില പൂർണ്ണമായും കൊടുത്തു തീർന്നിട്ടുമില്ല. അതിനിടയിലാണ് രണ്ടാം കൃഷി കർഷകർ ആരംഭിച്ചത്. ഈ രണ്ടാം കൃഷിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, രണ്ടാം കൃഷിക്ക് കേന്ദ്ര സർക്കാർ പണം പൂർണ്ണമായി അനുവദിച്ചാലേ കൊടുക്കാനും കഴിയുള്ളൂ എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ നിങ്ങൾ മൂന്ന് പേരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. കാനറ ബാങ്കും SBI ബാങ്കുകൾ വഴിയൊക്കെയാണ് വായ്പ കൊടുക്കുന്നത്. ജില്ലയിൽ 8852.2 ഹെക്ടറിൽ മാത്രമാണ് രണ്ടാം കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിനകം തന്നെ വിളവെടുപ്പ് വളരെ കുറവുമാണ്. കുട്ടനാട് പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക കാലാവസ്ഥ മാറ്റ പ്രശ്നങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു പറവിയിൽ ഇപ്പോൾ വരുന്നതല്ല, അത് വേറൊരു വീഡിയോ ചെയ്യും. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിന് 1999 വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ താങ്ങുവില സമ്പ്രദായം വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്ന് ശ്രീ EK നായനാർ മുഖ്യമന്ത്രി അവർകളായിരുന്ന സമയത്ത് ഈ താങ്ങുവില സമ്പ്രദായത്തെക്കുറിച്ച് അങ്ങനെ നടപ്പിലാക്കാനൊക്കെ ഇവിടെ തീരുമാനിച്ചു. പക്ഷേ താങ്ങുവില സമ്പ്രദായം നടപ്പിലാക്കിയെങ്കിലും നെല്ല് സംഭരിക്കുന്നത് സപ്ലൈകോയാണ്. സപ്ലൈകോ നെല്ല് സംഭരിക്കുമ്പോൾ ഒരു കൈപ്പറ്റ് രസീത് കൊടുക്കും. ആ കൈപ്പറ്റ് രസീത് കിട്ടിക്കഴിഞ്ഞാൽ പാഡി റെസിപ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു കൈപ്പറ്റ് രസീതുണ്ട്. ആ രസീത് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ അവർക്ക് വായ്പ കൊടുക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ബാങ്കുകളിലൊരു പ്രശ്നമുണ്ട്. ഒരു 16 ഷീറ്റുകളിലെങ്കിലും ഇവർ ഒപ്പിടണം. ഈ ആധുനിക കാലഘട്ടത്തിൽ IT-യുടെ യുഗത്തിൽ എല്ലാം കൂടി ഒരു ഷീറ്റിലാക്കിയാൽ പോരെ. 16 ഷീറ്റിൽ അവർ ഒപ്പിടണം കർഷകൻ. അവൻ്റെ സകലതും പണയപ്പെടുത്തുന്ന രീതിയിലാണ് അവന് വായ്പ കൊടുക്കുന്നത്. ഇനി അവിടെ വേറൊരു സംവിധാനമുണ്ട്, സിബിൽ സ്കോർ എന്നൊരു സംവിധാനമുണ്ട്. സമയത്ത് സർക്കാരിൽ നിന്ന് അവർക്ക് ബാങ്കുകൾക്ക് പൈസ കിട്ടാതിരുന്നാൽ സിബിൽ സ്കോർ, ആളുകളുടെ സിബിൽ സ്കോർ വ്യത്യാസം വരും. സിബിൽ സ്കോറിൽ വ്യത്യാസം വന്നാൽ അവർക്ക് മറ്റാവശ്യങ്ങൾക്കൊരു ചെറിയ ലോൺ എടുക്കാൻ പറ്റില്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത്, വീട് വയ്ക്കുന്നത്, കല്യാണം നടത്തുന്നത്, പശു വാങ്ങുന്നത് എല്ലാം ലോണാണെന്നേ. ലോണിൽ ജനിച്ച് ലോണിൽ വളർന്ന് ലോണിൽ മരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. അവർക്ക് ഈ സിബിൽ പരിപാടികൾ വരുന്നതുകൊണ്ട് അവർക്ക് ലോൺ എങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് വലിയൊരു കുരുക്കാണ്. ഇനി സപ്ലൈകോ കൊടുക്കുന്ന പൈസ ആവട്ടെ, സപ്ലൈകോ 28 രൂപയോ 29 രൂപയോ കൊടുത്ത് നെല്ലെടുക്കും. ഇതെടുത്തിട്ട് മില്ലുടമകൾക്ക് കൊടുക്കും. അവരെന്താ ചെയ്യുന്നത്? ഇതിനെ നല്ല അരിയാക്കും. എന്നിട്ട് കുട്ടനാട് പ്രദേശത്തെ ഏറ്റവും മനോഹരമായ അരി കേരള മാർക്കറ്റിൽ കിട്ടില്ല പലപ്പോഴും. ഇത് മറ്റ് മാർക്കറ്റുകളിലേക്ക് പോകും. ഇനി കേരള മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിലും വലിയ വില കൊടുത്തേ വാങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരികയും ചെയ്യും. അപ്പോൾ കുട്ടനാട് പ്രദേശത്തെ കർഷകരുടെ ഈ നെല്ല് എന്തുകൊണ്ട് സപ്ലൈകോ എടുത്ത് മില്ലുടമകൾക്ക് കൊടുക്കുന്നതിന് പകരം ഗവൺമെൻറ്റിൻ്റെ സ്വയം സഹായ സംഘങ്ങളായിട്ടുള്ള രീതിയിൽ, ഗവൺമെൻറ്റിൻ്റെ സഹകരണ രീതിയിൽ എന്തുകൊണ്ട് മില്ലുകൾ തുടങ്ങി അത് അരിയാക്കി കേരളത്തിന് അരി വിതരണം ചെയ്തുകൂടാ? ഇപ്പോൾ ത്രിവേണിയും സപ്ലൈകോയും ഒക്കെ അരി വിതരണം ചെയ്യുന്നുണ്ട്. അത് മില്ലുടമകൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ചോദ്യം. കൊടുക്കണ്ട എന്നല്ല, അതൊരു നയപരമായ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ മില്ലുടമകൾക്ക് കൊടുത്തിട്ട് വീണ്ടും അവർ നെല്ല് കുത്തി അരിയാക്കി അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല അരി പലപ്പോഴും കേരളത്തിൽ കിട്ടാതെ അത് എക്സ്പോർട്ട് ചെയ്തൊക്കെ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒന്നാം വിള കഴിഞ്ഞിട്ട് 4 മാസമായാലും രണ്ടാം വിളയുടെ കൃഷിയുടെ പൈസ കൊടുക്കണ്ടേ? ഇത് നല്ല രസകരമാണ്. എന്താണ് കർഷകർ ചെയ്യേണ്ടത്? ഈ കുട്ടനാട് പ്രദേശത്തെ കാർഷിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് അവർക്ക് അവരെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കാർഷിക സർവകലാശാലയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ സാമചന്ദ്രൻ നായർ സാർ അവളുടെ
ഒരു കമ്മിറ്റി വെച്ചിരുന്നു. അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നു, CPIയുടെ നോമിനിയായിട്ട്. അദ്ദേഹം വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ എവിടെയാണ് ഇരിക്കുന്നത്? ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അതൊന്ന് എടുക്കണം. ആ റിപ്പോർട്ട് എവിടെയാണ്? ആ ശ്യാമസുന്ദരൻ നായർ അവർ കൊടുത്ത റിപ്പോർട്ട് ഇരിക്കുന്നത്? അതൊന്ന് എടുത്ത് ഒന്ന് പഠനവിധേയമാക്കിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. MS സ്വാമിനാഥൻ സാറിൻ്റെ റിപ്പോർട്ടുണ്ട്. അത് പിന്നെ വേറൊരു വഴിക്ക് പോയി. അതിന് ചർച്ച ചെയ്താൽ ഇപ്പോൾ ഒരു 10 വീഡിയോ ചെയ്യണം. അതുകൊണ്ട് അതിപ്പോൾ ഇതിൽ ചർച്ച ചെയ്യുന്നില്ല. കർഷകർക്ക് കിട്ടാനുള്ള തുകയിൽ സപ്ലൈകോയ്ക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കണം. സപ്ലൈകോയ്ക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കണമെങ്കിലോ കേരള ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുക്കണം. ഇത് നല്ലൊരു ചങ്ങലയാണ്. കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുക്കണമെങ്കിലോ കഴിഞ്ഞ 5-6 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുന്നത്. അപ്പോൾ സമയബന്ധിതമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായി 19 ഓഡിറ്റർമാരെയൊക്കെ വെച്ച് സപ്ലൈകോ ഓഡിറ്റൊക്കെ നടത്തി. പക്ഷേ ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ചും കഴിഞ്ഞ 6 വർഷത്തെ കണക്ക് അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നാണ്, കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല എന്നാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP അവർകൾ നൽകിയ നിവേദനത്തിന് മറുപടിയായി കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെൻറ്റിൽ മറുപടി കൊടുത്തിരിക്കുന്നത്. 2017-18 കാലയളവ് വരെയുള്ള കാലങ്ങളിൽ നെല്ല് സംഭരിച്ച കണക്കുകൾ സംസ്ഥാന സർക്കാർ ഇനിയും സമർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ 6 വർഷത്തെ പൈസ ബില്ല് സമർപ്പിക്കാതെ ആരെങ്കിലും പൈസ തരുമോ? ഇപ്പോൾ കേരള ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് പ്രോജക്റ്റിന് പൈസ കൊടുക്കുന്നു. അവർ ബില്ല് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാതിരുന്നാൽ ബാക്കി പൈസ കൊടുക്കുമോ? അപ്പോൾ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നില്ല. ബാങ്കുകൾക്ക് പിന്നെ SBIക്കും കാനറ ബാങ്കിനായിട്ട് 1200 കോടി രൂപ സപ്ലൈകോ കൊടുക്കാനുണ്ട്. അപ്പോൾ രസകരമാണ് ഈ കഥ. സപ്ലൈകോയ്ക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കാനുണ്ട്, ഗവൺമെൻറ് അങ്ങോട്ട് പിന്നെ പേയ്മെൻറ്റ് റെസിപ്റ്റും ഡീറ്റെയിൽസും കൊടുക്കാനുണ്ട്. അവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നില്ല. ചുരുക്കത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ബാങ്കുകളും എല്ലാവരും കൂടി പാവപ്പെട്ട കർഷകൻ്റെ ജീവിതം ഇല്ലാതാക്കും. അവരെന്ത് ചെയ്യണമെന്നേ? അവർ ഈ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന നയങ്ങളും തീരുമാനങ്ങൾക്കും അവർക്ക് വല്ലതും ചെയ്യാനുണ്ടോ? അവർ ലോണിന് അപ്ലൈ ചെയ്യും, മറ്റേ റെസിപ്റ്റ് വെച്ചിട്ട്. ആ റെസിപ്റ്റിന് വേറെ തമാശ ഉണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഞാൻ കർഷകരോട് സംസാരിച്ച റെസിപ്റ്റിൻ്റെ ഒരു തമാശയുണ്ട്. പാടി റെസിപ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ ബില്ലടയ്ക്കുമ്പോൾ പൈസ അടയ്ക്കുമ്പോൾ തരുന്ന ഒരു ചെറിയ ഷീറ്റ് പോലെ, അല്ലെങ്കിൽ റേഷൻ കടയിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചെറിയ ഷീറ്റ് പോലൊരു ഷീറ്റാണ്. അതിലെ മഷി ഒരു 3 ദിവസം കഴിയുമ്പോൾ അത് അങ്ങ് പടർന്ന് അതിനകത്ത് എന്താണ് എഴുതിയേക്കണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് ആ ഷീറ്റും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ലോൺ എടുക്കാനും പറ്റത്തില്ല അവർക്ക്. കാരണം കുട്ടനാടിൻ്റെ ഒരു കാലാവസ്ഥയും കൂടെ വെച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ എപ്പോഴും ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് പേപ്പറൊക്കെ മഷിയൊക്കെ സ്പ്രെഡ് ചെയ്ത് അത് നനഞ്ഞ് നാശക്കോട്ടയാവും. അപ്പോൾ അവർക്ക് അത് കൊണ്ട് കൊടുക്കാൻ ഒക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒരുതരം ആരെ സംരക്ഷിക്കാനാണ്, ആരെ രക്ഷിക്കാനാണ് ഈ നിയമങ്ങളും ഈ പരിപാടികളുമൊക്കെ. അപ്പോൾ രസകരമാണ് കാര്യങ്ങൾ. ഗൗരവമായി ആലോചിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിന് അടിയന്തരമായി ബില്ലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും സബ്മിറ്റ് ചെയ്യണം. ഇനി അതിന് സാവകാശം ഉണ്ടെങ്കിൽ സാവകാശം ചോദിച്ചുകൊണ്ട് അത് പിന്നെ കൊടുക്കാമെന്ന് വല്ല സാവകാശ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ട് പണം മുൻകൂർ തരാൻ പറയുക. മുൻകൂർ കിട്ടിയാൽ അത് സപ്ലൈകോയ്ക്ക് സമയത്ത് കൊടുക്കുക. സപ്ലൈകോ അത് സമയത്ത് ജനങ്ങൾക്ക് കൊടുക്കുക, ബാങ്കിന് കൊടുക്കുക, ബാങ്ക് സമയത്ത് ആളുകൾക്ക് ലോൺ കൊടുക്കുക. ഇങ്ങനെ വളരെ ഗൗരവമായൊരു ചാനൽ വർക്ക് ചെയ്യണം. ഈ ചാനലൊന്നും വർക്ക് ചെയ്യാതെ എങ്ങനെയാണ് കൃഷി ചെയ്യുക? ഒരു വശത്ത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞ് വലിയ പ്രതിസന്ധിയാണ്. 2 ദിവസം കൊണ്ട് വെള്ളം കയറുകയാണ്. ഒരാഴ്ച കൊണ്ട് വെള്ളം കയറിയിരുന്ന 2 ആഴ്ച കൊണ്ട് വെള്ളം കയറുന്ന സ്ഥലത്ത് 2 ദിവസം കൊണ്ട് വെള്ളം കയറുകയാണ്. കുട്ടനാടിൽ എല്ലാ സെഡിമെൻസും വന്നടിയുകയാണ്. 2018 പ്രളയം മുതൽ എല്ലാ സെഡിമെൻസും അപ്പർ കുട്ടനാടിലെ, നോർത്തേൺ കുട്ടനാടിലെ എല്ലാ സെഡിമെൻസും ലോവർ കുട്ടനാടിൽ വന്നടിയുകയാണ്. അപ്പോൾ കുട്ടനാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വേറെ വശത്ത്, കാലാവസ്ഥ മാറ്റം വേറെ വശത്ത്. കൂനിന്മേൽ കുരു പോലെ കർഷകർക്ക് ഇത് കൊടുക്കുകയില്ല. എന്നിട്ട് അവർ കൃഷി ചെയ്തോണമെന്ന് പറയും. നമ്മളാണെങ്കിൽ ബഡ്ജറ്റിലും അല്ലാതെയൊക്കെ വളരെ മനോജ്ഞമായ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യും. സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ, നെല്ലിൻ്റെ സുരക്ഷ, എന്തൊക്കെയാണ് പറയുന്നത്? പാഡി എന്ന് പറയുന്ന നെൽകൃഷി ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ 1957 7 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നത് 70കളാകുമ്പോൾ 8 ലക്ഷം ഹെക്ടറായി.
പിന്നെ ഇങ്ങോട്ട് കുറഞ്ഞ് 1.5 ലക്ഷം ഹെക്ടറായി നിൽക്കുകയാണ്. അപ്പം നമ്മൾ കൊഴിയും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയാണ്. വയലെവിടെ? പൈങ്കിളിയുമില്ല, വയലുമില്ല, ഒന്നുമില്ല. അനുദിനം വയൽ നികത്തിക്കൊണ്ടിരിക്കുകയാണ്, തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ദുരന്തം. ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ഇടയിൽ മനുഷ്യനുണ്ടാക്കി വയ്ക്കുന്ന ദുരന്തങ്ങളുടെ ആകുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? പ്രിയപ്പെട്ട പ്രസാദ് സാർ, അങ്ങ് പരിസ്ഥിതിക്ക് വേണ്ടി ഒരുപാട് വാദിക്കുന്ന ആളാണ്. അങ്ങേക്ക് എന്നെ വ്യക്തിപരമായും അറിയാം. പരിസ്ഥിതിക്ക് വേണ്ടി ഇത്രമാത്രം വാദിക്കുന്ന അങ്ങ് മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾ പലതും പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് താങ്കൾ കുട്ടനാടുകാരൻ കൂടെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പ്രതീക്ഷിക്കും. കുട്ടനാടിൻ്റെ അടുത്ത ഒരു ക്യാച്ച്മെൻറ്റ് പ്രദേശം അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുള്ളൊരു അതുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മേഖലയിൽപ്പെടുന്ന ആളാണ് താങ്കൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഗൗരവമായി ആലോചിക്കണം. കർഷകർക്ക് അടിയന്തരമായി പണം കൊടുക്കണം, സപ്ലൈകോയ്ക്ക് പണം കൊടുക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട പണം ഒന്നുകിൽ അഡ്വാൻസായിട്ട് തരാൻ പറയണം, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കണം. പാർലമെൻറ്റിൽ എംപിമാരെല്ലാം കൂടി പറഞ്ഞ് പോയിട്ട് പ്രൊവിഷൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്ത് കറക്റ്റ് സമയത്ത് പണം വാങ്ങണം. ഇത് കർഷകർക്ക് കൊടുക്കണം. ഇനി രണ്ടാമത് വേറെ വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിലിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചിട്ടുണ്ട്. അത് പണ്ട് 5 രൂപ 10 രൂപ എന്തൊക്കെയായിരുന്നു. ഇപ്പം അതും തോന്നും പോലെയാണ്. യാതൊരു നിയമവും ഇല്ലാത്ത രീതിയിലാണ് അത് തൊഴിലാളികൾ മേടിക്കുന്നതിന് പരാതി അവിടെ നിന്ന് കൃഷിക്കാരുടെ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല, പക്ഷേ പരാതി എന്നോട് പറഞ്ഞിട്ടുണ്ട് പല കൃഷിക്കാരും. അങ്ങനെ തന്നെ അതിലും ഒരു ഏകീകൃത രൂപം, ഹാൻഡിലിംഗ് ചാർജിലും ഒരു ഏകീകൃത രൂപം കൊണ്ടുവരേണ്ട സമയമായി. തീർച്ചയായിട്ടും കുട്ടനാട് പ്രദേശത്തെ ആളുകൾക്ക് പണം കൊടുക്കണം. അവർക്ക് വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ SBI ഈ ബാങ്ക്, കേന്ദ്ര ബാങ്ക്, ആ ബാങ്കുകളിലെ ഈ 16 ഫോം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ആവശ്യത്തിനുള്ള 1-2 ഫോമാക്കി അതിനെ ചുരുക്കണം. എന്നിട്ട് അവരിൽ നിന്ന് വിവരം വാങ്ങണം. ഈ സിബിൽ സ്കോർ പരിപാടി ഗൗരവമായി പുനർവിചിന്തനം ചെയ്യണം. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക്, വീട്ടിൽ മരണം നടന്നാൽ ചടങ്ങിന് ബാങ്കിലൊരു 1000 രൂപ 2000 രൂപ 10000 രൂപ ലോണിന് ചെല്ലുമ്പോഴാണ് സിബിൽ സ്കോർ. മോളെ കല്യാണത്തിന് ചെറിയ ഒരു സദ്യ കൊടുക്കാൻ വേണ്ടി ഒരു ലോണിൽ ചെല്ലുമ്പോൾ സിബിൽ സ്കോർ. ഈ മനുഷ്യൻ ജീവിക്കാനാണെന്ന് ഇതൊക്കെ ഇവിടെ വച്ചിരിക്കുന്നത്. ഈ ചെരുപ്പിനനുസരിച്ച് മനുഷ്യൻ്റെ കാല് മുറിക്കരുത്, കാലിനനുസരിച്ച് ചെരുപ്പ് മുറിച്ചോണം. എല്ലാ നയങ്ങളും ഉണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കാലത്താണെന്ന്, ഈ കൊളോണിയൽ കാലഘട്ടത്തിലാണ് മനുഷ്യപ്പറ്റില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത്. കാരണം നമ്മൾ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഇന്ത്യക്കാർ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് പറഞ്ഞ് പരമാവധി പിഴിയുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചുകൊണ്ടാണ് പല നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലാവസ്ഥയിൽ. ബഡ്ജറ്റിൽ മനോഹരമായ വാക്കുകൾ പറയുക, നല്ല പണം വിലയിരുത്തുക, പൈസ കുറച്ച് കൊടുക്കുക, എത്ര പൈസ കൊടുത്താലും ഓഡിറ്റ് ചെയ്യുക, ഓഡിറ്റ് ചെയ്ത് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെയും ബുദ്ധിമുട്ടിക്കുക. ഓഡിറ്റ് വേണ്ടാന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. അപ്പോൾ റിയലിസ്റ്റിക്കായി യാഥാർത്ഥ്യബോധത്തോടുകൂടി നമുക്ക് ജീവിക്കാം, ചിന്തിക്കാം. അതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന കൊളോണിയൽ വ്യവസ്ഥയിലുള്ള കുറേ നിയമങ്ങളുണ്ട് ഇവിടെ. അതെല്ലാം എടുത്ത് ദൂരെ കളയുക. എന്നിട്ട് ഈ സിബിൽ സ്കോറിൻ്റെ കാര്യത്തിലായാലും, ഇവർക്ക് കൊടുക്കുന്ന റെസിപ്റ്റിൻ്റെ കാര്യത്തിലായാലും, ഇവർക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ കാര്യത്തിലായാലും, കുടിശ്ശിക സമയത്ത് കൊടുക്കുന്ന കാര്യത്തിലായാലും, നെല്ല് അവിടെ നിന്ന് സംഭരിച്ച് മില്ലുകൾ വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അരി പോകുന്നതിന് പകരം കേരളത്തിലെ ആളുകൾക്ക് നല്ല അരി കഴിക്കാനുള്ള മില്ലുകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ആലോചിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഗൗരവമായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ കുട്ടനാടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റൊരു തരത്തിലും കുട്ടനാടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകട്ടെ. 3 മന്ത്രിമാരും ഇത് ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മന്ത്രിമാരോട് ഈ ഒരു നിവേദന രൂപത്തിലാണ് ഞാനത് അഭ്യർത്ഥിക്കുന്നത്. നന്ദി, നമസ്കാരം.